ഹലോ എവരി വൺ, LB അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര. ഞാൻ LB അക്കാദമിയിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം അടുക്കാറായി. നമ്മുടെ ചൊവ്വാഴ്ച 28-ാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഇംഗ്ലീഷ് 302 എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഓവറോൾ സമ്മറി, ഓരോ ചാപ്റ്ററും എഴുതിയിരിക്കുന്നത് ആരാണ്, അതിൻ്റെ മെയിൻ തീം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് സമ്മറി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തുടക്കം തന്നെ പറയട്ടെ, ഇതാണ് നമ്മുടെ സിലബസ്. കഴിഞ്ഞ സിലബസിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് വ്യത്യാസമുണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ കഴിഞ്ഞ സിലബസിലൊക്കെയുള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് R.K. നാരായണൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൈറ്ററാണ്. ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? 2 പേരാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ആസ്ട്രോളജറും ഗുരുനായക്കും. ഇവർ രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. മെയിൻ തീമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും വേറെ വേറെ കാര്യങ്ങളായിരിക്കും അല്ലേ. പകല് മാന്യന്മാരായിട്ട് നടക്കും, അങ്ങനെയുള്ളത് ഹിപ്പോക്രസി, സെൽഫിഷ്നെസ്, റിവെഞ്ച്ഫുൾനെസ് നേച്ചർ, ഇതൊക്കെയാണ് മെയിൻ തീമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമുക്കറിയാം ഈ ജോത്സ്യൻ ആസ്ട്രോളജർ എങ്ങനെയുള്ള ആളായിരുന്നു? എന്താണ്, ശരിക്കുമുള്ള ഒരു ആസ്ട്രോളജർ ആയിരുന്നു? അല്ല, ഒരു ആസ്ട്രോളജറായിട്ട് വേഷം കെട്ടി മറ്റുള്ളവരുടെ ഭാവി എന്താണ് എന്ന് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലമൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ട്രീയുടെ അടിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യണോ, പരമാവധി സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ മുഖത്തു നിന്ന് മനസ്സിലാക്കി അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഓരോരോ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴെന്താണ്, അവർ വിശ്വസിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് വരുന്നത്, ഗുരുനായക അല്ലേ, ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വരുന്നത്. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഒരു ആസ്ട്രോളജർ ആവണം എന്ന് കരുതി ജീവിച്ച ഒരു വ്യക്തിയല്ല. ആളുടെ ഒരു എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം അങ്ങനെ ആയതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രേഞ്ചർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വരികയാണ്. പക്ഷേ അവർ തമ്മിലൊരു പരിചയമുള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. പിന്നെ ഒരു വെളിച്ചത്തിലാണ് ആ സ്ട്രേഞ്ചറിൻ്റെ ഫേസ് ശരിയായിട്ട് കാണുന്നത്, അങ്ങനെ മനസ്സിലാകുന്നത്. പക്ഷേ എല്ലാവരോടും പറയുന്നത് പോലെ ആസ്ട്രോളജർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണം, നിൻ്റെ ലൈഫിലൊരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറഞ്ഞു നോക്കുമ്പോൾ അതൊന്നുമല്ല എനിക്കറിയേണ്ട കാര്യം പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സ്ട്രേഞ്ചറിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ എന്താണ്, ആസ്ട്രോളജർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നിൻ്റെ ശരീരത്തിലൂടെ ഒരു കത്തി കടന്നു പോയിട്ടുണ്ട്, നീ മരിച്ചു പോവേണ്ട ഒരാളായിരുന്നു, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, സ്ട്രേഞ്ചർ ആസ്ട്രോളജറിനെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആര് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഗുരുനായകനെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, അവനൊരു ലോറി ഇടിച്ച് മരിച്ചതല്ലേ, അത് കേട്ടിട്ടൊക്കെ എന്താണ്, ഗുരുനായക് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് എന്താണ്, അവർ ഇത്ര ബെറ്റ് വെച്ചിട്ടാണ് ഇത്ര 12.5 ആണ് ലാസ്റ്റ് വീട്ടിൽ ചെന്നിട്ട് വൈഫിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കതായിട്ട് എന്തോ നല്ലത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പൈസ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ താനാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഉത്തരവാദി എന്ന രീതിയിൽ പറയാണ്. ആസ്ട്രോളജറും ഗുരുനായകും തമ്മിലുള്ള ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ്, ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മുടെ ആസ്ട്രോളജർ ഇങ്ങോട്ടേക്ക് വരുന്നതും. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു, ശരിക്കും ഒരു കർഷക കുടുംബത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ലൈഫ് പ്രെഡിക്റ്റ് ചെയ്താണ് അദ്ദേഹം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതാവശ്യങ്ങൾ മൂലമാണ് അദ്ദേഹം ഒരു ആസ്ട്രോളജറായിട്ട് മാറിയത്. ആളുകളുടെ ഓരോരോ മനോഭാവങ്ങൾ വായിച്ച് അവർക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെയൊക്കെ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു ഗ്രാമർ സെക്ഷനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ ടെൻസുകളും വരുന്നുണ്ട്. ലിറ്റററി ഡിവൈസസ് ആയിട്ട് ഐറണി വരുന്നുണ്ട്. ഫ്രേസൽ വെർബ്സും ഇതിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഗ്രാമറും എല്ലാനും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറിയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് ബോളി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ബോളി എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ സിലബസുകാർക്കും കഴിഞ്ഞ ബാച്ചുകാർക്കും ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ബോളി എന്ന് പറയുന്നതും K.A. അബ്ബാസിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഷോർട്ട് സ്റ്റോറി തന്നെയാണ്. ഇതിലും പറയുന്നത് സുലേഖ എന്നൊരു പെൺകുട്ടീനെ കുറിച്ചിട്ടാണ്. ബോളി എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ് നമുക്കറിയാം, വളരെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ വളരെ മണ്ടത്തരം നിറഞ്ഞ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആര്? ബോളി. അപ്പോൾ ബോളിയുടെ ശരിക്കുള്ള പേര് സുലേഖ എന്നാണ്. അപ്പോൾ സുലേഖ എന്നൊരു പേര് ആളുകളൊക്കെ മറന്നിട്ട് അവളെ ബോളിന്ന് വിളിക്കാൻ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ വിളിക്കാനായിട്ട് കാരണം, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ അവൾക്ക് കുറേ സിസ്റ്റേഴ്സ്, രാംലാലിന്, ബോളിയുടെ അച്ഛൻ്റെ പേരാണ് രാംലാൽ. രാംലാലിന് 7 മക്കളാണുള്ളത്. അതിൽ 3 ബോയ്സും 4 ഗേൾസാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ബോളി എന്ന് പറയുന്നത്. വളരെ ക്യാഷൊക്കെ ഉള്ള ഒരു കർഷക കുടുംബത്തിലാണ് ആര് ജീവിക്കുന്നത്? രാംലാൽ ജീവിക്കുന്നതെങ്കിലും ബോളീനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും നല്ലൊരു ബോഡിയും ഒക്കെ ഉള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ സിറ്റിയിൽ സ്കൂളിലൊക്കെയാണ് വിട്ട് പഠിപ്പിച്ചിരുന്നത്. പെൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ രാധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കുട്ടി മംഗള ഉണ്ടായിരുന്നു. അതിൻ്റെ മാരേജ് ഏകദേശം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് നടക്കും. 3ാമത്തെ മകളാണ് ചമ്പ എന്ന് പറയുന്നത്. അതിനും ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും കാണാനൊക്കെ, ബോളി ആണെങ്കിലും കാണാൻ ജനിച്ചപ്പോൾ ഒക്കെ കാണാൻ വളരെ പ്രിറ്റി ആൻഡ് ക്യൂട്ടായിരുന്നു. പിന്നെ 5 വയസ്സായപ്പോഴാണ് അവൾക്ക് സംസാരിക്കാനൊന്നും കഴിയാണ്ടായത്. എന്നുവെച്ചാൽ വിക്കലോടെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾ അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിലേക്ക് വിടാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോളിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് മംഗളേൻ്റെ കല്യാണം കഴിയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ അവരുടെ ഒരു ലൈഫ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് പറയുന്നത് രാംലാൽ വിചാരിക്കുകയാണ് ബോളിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ച് രാംലാൽ ഒരു സ്കൂളിലെത്തി അഡ്മിഷൻ എടുക്കുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ എഴുതുകയും വായിക്കുന്നൊക്കെ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആണെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം അവൾക്ക് ഒരു ഇമ്പോർട്ടൻസും അവളുടെ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിലേക്ക് പോയപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവിടെ ഒരു ലേഡി ടീച്ചർ അങ്ങനെ വന്നിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ അവിടുത്തെ വാളിലെ പിക്ചേഴ്സൊക്കെ നോക്കിയിരുന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഓരോരുത്തരോടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ, ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവള് വിക്കിയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ടീച്ചറാണ് അവളുടെ ലൈഫിൽ കൂടുതൽ എൻകറേജ് ചെയ്തിരുന്നത്. അവൾക്കൊരു ഹോപ്പ് കൊടുത്തത് അവളുടെ ടീച്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ടീച്ചർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ തന്നെ പിന്നീടാണ് അവൾക്കൊരു പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളാണ്, ഒരു ഡിസംബറിൻ്റെ പ്രപ്പോസൽ വരുന്നത്. പ്രപ്പോസൽ വരുമ്പോൾ തന്നെ ഒരുപാട് കാശുകാരനാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ എസ് പറയുകയാണ്. വലിയൊരു ഗ്രാമത്തിലാണ്, വലിയൊരു കച്ചവടക്കാരനായിരുന്നു ഈ ഡിസംബർ എന്ന് പറയുന്നത്. അങ്ങനെ ആളോടൊരു കല്യാണത്തിന് തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, മകള്, അതായത് നമ്മുടെ ബോളി എന്ത് പറയുമെന്ന് വെച്ചിട്ട് രാംലാലിന് ഭയങ്കര വിഷമം തോന്നി. എന്നാലും ബോളി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ ആവശ്യമില്ലാത്തൊരു സാധനം പോലെയായിരുന്നു ബോളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും അവളുടെ അഭിപ്രായത്തിന് ആരും ഒന്നും വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണമൊക്കെ ആയി. അവൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് വയസ്സായ ആളാണ്. അങ്ങനെ ബ്രൈഡിനെയൊക്കെ കൊണ്ടുവന്നു. വളരെ നല്ലൊരു മനോഹരമായ രീതിയിലൊക്കെ ആയിരുന്നു കല്യാണം. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പവർ മൂലം തന്നെ ഈ ഒരു ഡിസംബറിനാഥ് സംസാരത്തിലായാലും മറ്റു പ്രവർത്തികളിലായാലും ആളത്ര നല്ലതല്ല എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ആ ഒരു മാലയിടാൻ ഹാരമണിയാൻ നേരത്ത് അവൾ തൻ്റെ അച്ഛനോട്, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട്, റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് എല്ലാവരോടും പറയുകയാണ്, എനിക്ക് ഈ ഒരു കല്യാണം വേണ്ട എന്ന് പറയുകയാണ്. കാരണം പൈസ കൊടുത്ത്, ഒരു ഡവറി കൊടുത്ത് വിൽക്കേണ്ട ഒരാളല്ല പെൺകുട്ടികൾ എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ മറ്റുള്ളവരെ മുമ്പിൽ ഒരു വിക്കലും ഇല്ലാതെ അവൾ സംസാരിച്ചപ്പോൾ ആളുകളൊക്കെ അവളെ ശകാരിക്കാൻ തുടങ്ങി, അല്ലേ? മിണ്ടാപ്പൂച്ച കലൊടയ്ക്കുമെന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ ഇത്രയും നാൾ മിണ്ടാണ്ടിരുന്നവൾ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ തുടങ്ങി, എനിക്കിങ്ങനൊരു മാരേജ് വേണ്ട എന്നവൾ സുലേഖ പറഞ്ഞു. അപ്പോൾ ഞാൻ
എൻ്റെ വയസ്സാം കാലത്ത് ഞാൻ എൻ്റെ പാരൻസിനെ നോക്കും. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്കൊരു ടീച്ചറായിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടീച്ചർ ഒരു കോർണറിൽ നിന്നിട്ട് ശരിയാണ് എന്ന് പറയാണ്. ഇതൊരു മോട്ടിവേഷൻ ലെസൺ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമത്തിൽ നടക്കുന്നൊരു സ്റ്റോറി, ഇങ്ങനെയുള്ള ഗേൾസിനൊരു സിമ്പൽ, ഒരു മോട്ടിവേഷനാണ് അല്ലേ. നമുക്ക് ഒരു കല്യാണം എന്നുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു മോട്ടിവേഷൻ ലെസനാണ് നമുക്ക് പഠിക്കാനുള്ള ബോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബോലിനെ കുറിച്ച് പറയുന്നുണ്ട്, അവളുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, രാംലാലിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ബിഷംബർനാഥിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടും വരുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അല്ലേ. അതാണ് മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡവറി അല്ലെങ്കിൽ മാരേജ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ വുമൻസ് ലൈഫ് അല്ലെങ്കിൽ ഗേൾസ് ലൈഫ് എന്ന് പറയാം. നമുക്ക് എന്താ പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, വിദ്യാഭ്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു ചാപ്റ്ററായിട്ട് വരുന്നത് ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഒ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത് 2 ഫ്രണ്ട്സ്, അവരുടെ പേരാണ് ബോബു ആൻഡ് ജിമ്മി. ഇവർ 2 പേരും 20 വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഒരു സർപ്രൈസ് എൻഡിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബോബും ജിമ്മിയാണ്. ഇതിലത്തെ തീം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഡ്യൂട്ടി. ഫ്രണ്ട്ഷിപ്പിനെയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പോലീസുകാരനാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഹൗ ടൈം ചേഞ്ചസ് പീപ്പിൾ, എങ്ങനെയാണ് സമയം ഓരോ പീപ്പിളിനെയും ഓരോ ആളുകളെയും ചേഞ്ച് ചെയ്യുന്നത്. അതിനൊരു ഗുഡ് എക്സാമ്പിളാണ് ബോബ് എന്ന് പറയുന്നത്. ബോബ് ഒരു ചേഞ്ച് ചെയ്യാണ്, ക്രിമിനൽ ആവുകയാണ് അല്ലേ. അതുപോലെ തന്നെ ക്രൈം ഡസ് നോട്ട് പേ എന്ന് പറയും, ക്രൈം എന്ന് പറയുന്നത് ഒരു പണിഷബിൾ ആണ് അല്ലേ. അങ്ങനെയും ഒരു മെസ്സേജ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ബോബ് എന്ന് പറയുന്നതും ജിമ്മി വെൽസ് എന്ന് പറയുന്നതാണ് 2 മെയിൻ ക്യാരക്ടർ. ജിമ്മി വെൽസ് ആരാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വളരെ ക്വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിമ്മി വെൽസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ബോബിൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ അവനെ തിരിച്ചറിയുകയും ചെയ്യാണ്. പിന്നെന്താ പറയുന്നത്, ഒരു മോറൽ ലെസണും കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബോബ് എന്ന് പറയുന്നത് ജിമ്മിയുടെ സുഹൃത്തായിരുന്നു, അവർ ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. അങ്ങനെ കാലക്രമേണ ബോബ് എന്തിലേക്കാണ്, ഒരു ക്രൈമിലേക്ക് വീഴുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ ലൈഫിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഇവർ ചെറുപ്പത്തിലെ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, 20 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇവിടെ വെച്ച് ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് അവിടെ പോകുന്നത്. ഫൈനലി പക്ഷേ എന്നാണ് അവർ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് ബോബ് എന്ന് നമുക്ക് ഫൈനലി അവർ തിരിച്ചറിയുകയും ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഡ്യൂട്ടി എന്ന് പറയുന്നതും ഇതിലത്തെ ഒരു മെയിൻ തീമായിട്ടാണ് വരുന്നത്. ഇതിലും ഗ്രാമർ വരുന്നുണ്ട്, സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് ടൈപ്സ് ഓഫ് ആ സെൻറ്റൻസുകൾ വരുന്നുണ്ട്. ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസ് ആയിട്ടുള്ള ഫോർ ഷാഡോയിങ് എന്നുള്ളതും വരുന്നുണ്ട് കേട്ടോ. പിന്നീട് വൊക്കാബുലറി എൻറിച്ച്മെൻ്റ് ആണ്. ദ നെക്ലസ് എന്ന് പറയുന്നതാണ് അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗൈഡി മോപ്പസന്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്ററാണ്. അദ്ദേഹം ഇതിലൂടെ പറയുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഓണസ്റ്റി അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ്, ഇതൊക്കെയാണ് ഇതിലൂടെ തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് ഒരു സറ്റയറാണ്. സറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. ഇതിൽ മെത്തിൽഡെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട്, കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും അവൾക്ക് ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ഒരുപാട് അഹങ്കരിച്ച് ജീവിക്കണം, ആർഭാടങ്ങൾ, പൊങ്ങച്ചം, അഹങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഫൈനലി അവൾ തിരിച്ചറിയാണ് ഓണസ്റ്റി, സത്യസന്ധത എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അവൾ ജനിച്ചത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, പക്ഷേ അവൾ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു ക്ലർക്കാണ്. അതിലൊന്നും അവളുടെ ആ ലൈഫിലൊന്നും അവളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവൾക്ക് എപ്പോഴും നല്ല നല്ല വസ്ത്രങ്ങൾ, നല്ല നല്ല ചെരുപ്പുകൾ, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. നമ്മളുള്ളത് കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതിലൂടെ ഒരുപാട് അഹങ്കരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഫൈനലി അവൾക്ക് അതൊരു തിരിച്ചറിവ് കിട്ടുകയാണ്.
നമ്മളുള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റണം. അങ്ങനെയാണ് ഒരു നെക്ലസ്, ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നെക്ലസ് അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പിന്നെ സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് ആ ഒരു നെക്ലസ് തിരിച്ചു കൊടുക്കാനുള്ള കഷ്ടപ്പാടും ഹാർഡ് വർക്കും ഒക്കെ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്.